ഹലോ ഗൈസ്, എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു വീഡിയോ. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്തിട്ടല്ലേ വീഡിയോ കണ്ടാൽ മതി. അപ്പോൾ ഗൈസ്, നമ്മളെ ബൈക്സ് എല്ലാം നമ്മളെ ഷോറൂമിൽ സെല്ലായി പോയിട്ടുണ്ട്. നമുക്ക് ഇന്നലെ വീഡിയോ ചെയ്യാൻ പറ്റാത്തത് ഞാനടിച്ചു. ബൈക്കൊക്കെ സെല്ല് ചെയ്യണമായിരുന്നു, പൈസ വാങ്ങണമായിരുന്നു, അങ്ങനെ കുറേ കേസ് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇന്നലെ നമുക്ക് വീഡിയോ ഇടാൻ പറ്റാത്ത. ഒരു സെക്കൻഡ്, നമ്മൾ കയറിയിട്ടുണ്ട്. കയറുന്നത് ലാഗൊക്കെ ഉണ്ടെന്ന് വിചാരിച്ചാണ് കട്ട് ചെയ്ത്. ഗൈസ്, ഇപ്പം ഷോറൂമിൽ ബാക്കിയുള്ളത് ഒരു പോർഷെ ലംബോർഗിനിയാണ്. ഈ ബൈക്ക് പിന്നെ പ്രസൻറ്റിനുണ്ട്. നേരത്തെ ആ വീഡിയോ കണ്ടവർക്കാണ്, സെക്കൻഡ് പാർട്ടാണിത്. ആ വീഡിയോ കണ്ടവർക്ക് മനസ്സിലായിക്കോളൂ. അപ്പോൾ ആ വണ്ടിയൊക്കെ അന്ന് തീഫ് റോബ് ചെയ്തത് ആണ്. നമ്മൾ നൈസായിട്ട് വണ്ടി അങ്ങോട്ട് പാർക്ക് ചെയ്യുക. ഇവിടെയാണ് ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ കേസ് വണ്ടി ലംബോർഗിനി എടുത്തുകൊണ്ട് പോവാം. വണ്ടി ലോക്ക് ഇട്ടിട്ട് താക്കോലൊക്കെ എടുത്തിട്ടുണ്ട്. അവന്മാരന്ന് ആ വണ്ടി എടുത്തുകൊണ്ട് പോയത് നമ്മൾ താക്കോല ആ വണ്ടി തന്നെ ഊരി അങ്ങ് വെച്ചിരുന്നു. അതിന് ചുറ്റും മണ്ടത്തരം. താക്കോല് വണ്ടിയിൽ നിന്ന് ഊരിയില്ലല്ലോ, ഞാൻ പൊട്ടാനായിരുന്നു. ഞാൻ കേസ് കണ്ടിട്ട് വേണം. റോൾസ് റോയ്സൊക്കെ നമ്മൾ പിടിച്ചതിന് സെല്ലാക്കി. ഈ രണ്ട് വണ്ടിയേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ആ റോൾസ് റോയ്സ് നമുക്ക് ആ ഒരു ദിവസത്തേക്ക് ഷോയ്ക്ക് എടുത്തതാണ്. പിന്നെ നമ്മൾ സെല്ലാക്കിയത്. നമ്മൾ പൊക്കോണ്ടിരിക്കുകയാണ്. അവളെ ഈ പഴയത് നമ്മൾ വിറ്റില്ലേ, നമ്മൾ വാങ്ങിച്ച് തിരിച്ച്. റോൾസ് റോയ്സൊക്കെ വിറ്റ പൈസ ഇത് നമ്മൾ തിരിച്ചെടുത്തിട്ടുണ്ട്. ഈ വീടങ്ങനെ നമുക്ക് കളയാനൊന്നും പറ്റില്ല. നമ്മളെ നൻപൻ വീടാണ്. എത്ര പുതിയ വീടെന്നാലും നമ്മളെ പഴയ വീട് നമ്മൾ ഒരിക്കലും വിൽക്കില്ല. സോ അടുത്ത ദിവസം നമുക്ക് ഒരു ബസ്സിൻ്റെ ഒരു ട്രിപ്പുണ്ട്. ആ വീട് നമ്മൾ അയിടുന്നതായിരിക്കും. എന്നൊരു പൊക്കോണ്ടിരിക്കുകയാണ്. ഇടിക്കല് ഒന്നാണ് എന്തിനാണ് ഇടിക്കണല്ലേ. അതൊക്കെ എന്തോ കോൾ വരുന്നുണ്ട്. ഒരു സെക്കൻഡ്, വണ്ടി ഒന്ന് സൈഡാക്കട്ടെ. പക്ഷേ ജസ്റ്റ് ഇങ്ങനെ ഇട്ടേക്കാം. ഷോ കട്ടായിപ്പോയി കേട്ടോ. ഒന്ന് വിളിച്ച് നോക്കാം. നമ്പര് ഇവിടെ ഇത്രയും നമ്പര് ഒരു ഫോൺ നമ്പറിലാണ്. ഹലോ, ബീച്ച് സൈഡില്ല. ഓ, ഞാൻ ഇപ്പത്താം കേട്ടോ. ഇപ്പത്താം. അപ്പോൾ ഗ്യാസ് ഒരു സന്തോഷ വാർത്ത ഉണ്ട്. നമ്മളെ ബീച്ച് സൈഡിൽ നമ്മളെ കളഞ്ഞു പോയ എല്ലാ ബൈക്സും അവിടെ ഒരു ബീച്ചിൽ കിടപ്പുണ്ടെന്നാണ് പറയണം. നേരെ അവിടെ എത്തി. പ്ലീസ്, നമ്മൾ ബീച്ച് സൈഡിലോട്ടൊക്കെ എത്തിയിട്ടൊക്കെ തന്നെ നമ്മളെ ട്രക്ക് എയർപോർട്ട് നമ്മളെ ഷോറൂമിൽ കൊണ്ടുപോയി നമ്മളെ ലംബോർഗിനി ഇട്ടിട്ടാണ് ട്രക്ക് എടുത്തോണ്ടൊക്കെയാണ് വന്നത്. നമ്മളെ വണ്ടി കൂട്ടുകാരനെ വെച്ച് ചോദിച്ചൊക്കെ നമുക്ക് ജസ്റ്റ് ഒരു സെക്കൻഡ്. എങ്ങനെ ഇവിടെ വന്ന് അവൻ കണ്ടേന്ന് നീ ഇതങ്ങനെ കണ്ട് ഈ സൗണ്ട് നമ്മൾ ചോദിക്കുന്നതിന് മുമ്പ് അവൻ പറയുന്നു അവന്മാർ ടോയ്ലറ്റിൽ പോയിക്കണം, പെട്ടെന്ന് വണ്ടി അടുത്ത് കയറ്റിക്കോളാം. ഇനി ഫോൺ വിളിച്ച സമയങ്ങളായിരുന്നു. ഞാൻ പറപ്പിച്ചതിന് ലോറി ഇവിടെ അടുത്തിരുന്നുണ്ട്. ഇതിൻ്റെ കളഞ്ഞു പോയി മൊത്തം വണ്ടി കൊണ്ടല്ലേ കൊള്ളാം കേട്ടോ. ഇവന്മാരെന്താ ഷോയിന് കൊണ്ടുവന്നാണ്. നമ്മൾ വണ്ടിയൊക്കെ എടുത്ത് ബാക്കിൽ കയറ്റിയിട്ടുണ്ട്. നേരെ പോയ കേസ് ഇവിടെ നമ്മൾ ഐഫോൺ വണ്ടി കണ്ട സൈഡിൽ കണ്ട. ഒന്ന് ഐഫോൺ 14, ഒന്ന് ഐഫോൺ 11 നിങ്ങളോട് ഇറ്റ് വെച്ചേക്കണം. എന്നാണ് ഐഫോൺ 14 ഷോയ്ക്കാണ് വെച്ചേക്കണത്. പിടിച്ചേന് BMW ലോറിയാണ് തോന്നുന്നത്. VR
ബെൻസിൻ്റെ ഞങ്ങളെ ബെൻസിൻ്റെ ലോറിയാണ്. വണ്ടി ഷോറൂമിലോട്ട് എത്തിക്കും. പ്രസിഡന്റ് അറിയണം. പ്രസിഡന്റ് നമ്മളെ കിട്ടിയ ബ്രഹ്മായിട്ട് വണ്ടി എടുക്കുന്നുണ്ട്. ഷോറൂമിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് എയർപോർട്ടിൽ നിന്ന്. നമ്മൾ ഈ ഷോറൂം കഴിഞ്ഞത് എവിടെ പോകണമെന്ന് നിങ്ങൾക്ക് അറിയാവോ? പെട്രോൾ അടിയാൻ പമ്പിൽ പോകണം. 200 എപ്പോഴും മനുഷ്യന് പണി വരും. ഇന്ന് പണിയില്ലാത്ത പമ്പിലോട്ട് പതുക്കെ കയറ്റി. അതിൻ്റെ ഇൻറ്റീരിയർ ഉണ്ടെങ്കിലും ലോറിക്ക് കുഴപ്പമില്ല. ഔട്ടീരിയർ എടുക്കണമെങ്കിൽ ഇൻറ്റീരിയർ എടുക്കണമെങ്കിൽ ഓടിക്കാൻ പാടാണ്. അത്യാവശ്യം എല്ലാ നൈസിനും വളയ്ക്കുന്നുണ്ട്. അത് ഇങ്ങോട്ടാക്കിയിട്ട് സ്റ്റിയറിങ് വളച്ചെടുക്കുക. സെറ്റായിരിക്കും. പെട്രോൾ അടിക്കണം. എടുത്തിട്ട് അടിച്ചോ. നമുക്ക് എത്ര രൂപയ്ക്ക് നാളെ പോയി പറഞ്ഞു കൊടുത്തിട്ട് വരാം. അടിച്ച് 1000 രൂപയ്ക്ക് പെട്രോൾ അടിക്കട്ടെ അടിക്കട്ടായിരുന്നു. നമുക്കിവിടെ വെയിറ്റ് ചെയ്യാം. 1000-നൊക്കെ മതി. ഇപ്പം ഇവിടെ നിന്ന് ഷോറൂം വരെ പോകാൻ തന്നെ അല്ലേ. ഈ ലോറി നമ്മളെ സ്വന്തം ഷോറൂമിലോട്ടുള്ള ലോറിയാണ്. നേരെ കൊണ്ട് വളച്ചെടുക്കുന്നുണ്ട്. സ്ക്രാച്ചായി, ജസ്റ്റ് മിസ്. അവളെ എയർപോർട്ടിലായിരുന്നു നമ്മളെ നമ്പർ ഇട്ട്. നേരത്തെ ഷോറൂം എന്ന് പറയാൻ തെറ്റിപ്പോയത്. നമ്മളെ പിള്ളേരാണ് ഷോറൂമിലോട്ട് എടുത്തോണ്ടിട്ടത്. നേരത്തെ വണ്ടിയാണ് ഇപ്പം. ഇത്ര വണ്ടി നമ്മൾ സെല്ലായി പോയതാണ്. ലാസ്റ്റത്തെ 2 വണ്ടി ഉണ്ടായിരുന്നു. നമ്മൾ ആദ്യമായിട്ട് ഷോറൂം തുറന്ന ദിവസം തന്നെ പ്രസിഡൻറ്റിന് വണ്ടി എടുത്ത് വലിയ പേര് കിട്ടാണ്ട് വലിയ ആളാന്നൊക്കെ വിചാരിച്ച് ആ ദിവസം തന്നെ അവന്മാർക്ക് മോഷ്ടിക്കണം, കള്ളന്മാർക്ക്. പക്ഷേ വണ്ടി ഇവിടെ വയ്ക്കുക എല്ലാം കൂടെ നന്നായിട്ട്. പ്രസിഡൻറ്റിന് വണ്ടി കിട്ടിയിട്ട് ഉപയോഗം കാണൂല. ഒരു പരസ്യത്തിനായിട്ട് പ്രസിഡൻറ്റിന് വണ്ടി കൊടുക്കും. പ്രസിഡൻറ്റിന് നമ്മളെ വണ്ടിയൊന്നും ഇനി കൊടുക്കില്ല. ഞാൻ കണ്ടിടത്തില്ല. എനിക്കെന്തെങ്കിലും ഉപയോഗം ഫ്രീ ആയിട്ടായിരുന്നു നമ്മൾ വണ്ടി കൊടുക്കണം പ്രസിഡൻറ്റിന്. ഇനിയിപ്പോൾ പ്രസിഡൻറ്റിന് ഫ്രീ ആയിട്ട് വണ്ടി എടുക്കണ്ട. വണ്ടി പൈസയ്ക്ക് ആർക്കെങ്കിലും വയ്ക്കാൻ. ഈ ഡ്യൂക്കൊക്കെ വാങ്ങിക്കാൻ കുറേ ആൾക്കാരുണ്ടാകും. കാരണം ഇനി അടുത്ത ദിവസമൊക്കെ സ്റ്റോക്ക് പുതിയ തുറക്കണം. ഡ്യൂക്കൊക്കെ ജസ്റ്റ് ഒരു രസത്തിന് ഇപ്പം ഇവിടെ എടുത്ത് വെച്ചേക്കും. പോർഷെ പനമേരതോ കിടക്കണം. ബ്ലൂ കളർ. എനിക്കിനി ബ്ലാക്ക് എടുക്കണമായിരുന്നു. പക്ഷേ RC നമ്മളെ പേഴ്സണൽ വെഹിക്കിളാക്കിയാലോന്ന് ഒരിക്കലും ആലോചന ഉണ്ട്. പേഴ്സണൽ ബൈക്ക്. പക്ഷേ RC 390
ഇത് നമുക്ക് ഈ ഒരു വണ്ടി ഇറക്കിയിട്ടുണ്ട്, ടെസ്റ്റ് ഡ്രൈവ് അടിക്കാം. തട്ടിയിട്ട് കിടക്കട്ടെ, ശരിയാക്കാം. ബെന്നിയുടെ ഷോറൂം ഉണ്ടല്ലോ, ബെന്നിയുടെ ഷോറൂമിൽ നിന്ന്, ബെന്നിയുടെ വർക്ക്ഷോപ്പ് ഉണ്ടല്ലോ, ഷോറൂമിൽ നിന്ന് ഇപ്പം നാക്കിയങ്ങോട്ടായിരുന്നു. നമുക്ക് 200 നല്ല കുഴപ്പമില്ലാത്ത വണ്ടിയാണ്. നമുക്ക് നേരെയാണ് KTM ശബ്ദം, ഡ്യൂക്കിൻ്റെ ശബ്ദം ഞാൻ ജസ്റ്റ് ഒന്ന് കേൾപ്പിച്ചു. നമ്മൾ ജസ്റ്റ് ഒന്ന് RC ശബ്ദം കേൾപ്പിച്ചായിരുന്നു. back up. നമ്മൾ ജസ്റ്റ് ഒരു ഡ്രിഫ്റ്റ് അടിച്ചാണ്, ചില ശബ്ദം കേട്ടല്ലോ. ഇത്രയൊക്കെയുള്ള KTM ഡ്രിഫ്റ്റ്. ഇതൊക്കെയുള്ള നല്ല വണ്ടി, നല്ല കംഫർട്ട് ഉണ്ട് ഓടിക്ക്. റോഡ് പെർഫോമൻസ് ഒക്കെ വെച്ച് നോക്കണേ കിട്ടില്ല. സെറ്റപ്പ് നല്ല സ്പീഡിൽ പോകും. നിഞ്ചയുടെ അത്ര നിർത്തുന്നു, പക്ഷെ കൊള്ളാം, കുഴപ്പം തിരക്കേടില്ല. സ്പീഡോമീറ്റർ വർക്കിംഗ് ആണ് ഇതിലുള്ള. സ്പീഡോമീറ്റർ വർക്ക് ചെയ്യണ ഇങ്ങനെ വർക്ക് ചെയ്യും. പോലീസ് കാറിൻ്റെയും വർക്ക് ചെയ്യും, സ്പ്ലെൻഡറിൻ്റെയും വർക്ക് ചെയ്യും, ബുള്ളറ്റിൻ്റെയും വർക്ക് ചെയ്യും. വണ്ടിയുടെ പറക്കുകയാണ്. എൻ്റെ ഒളിയോ വണ്ടി കൊള്ളാണ് കേട്ടോ. തിരിച്ച് നമ്മൾ വീട്ടിലോട്ട്, പഴയ വീട്ടിൽ പോവാം. പഴയ വീട്ടിൽ പോയിട്ട് കുറേ ദിവസമായി. എൻ്റെ കൂടെ കണ്ണും മൂക്കും ചേട്ടാ. ഒരു വണ്ടിയുണ്ട് നേരെ വന്ന് എൻ്റെ തെറ്റാണ്, പക്ഷേ മറ്റുള്ളവർ വഴിക്കുറയുമ്പോൾ മനസ്സിലാക്കും. അവർക്ക് ഈ വണ്ടീൻ്റെ വില അറിഞ്ഞൂടാത്തോണ്ടിൻ്റെ കുഴപ്പമില്ല. 1,00,000 രൂപയുടെ, 1,50,000 രൂപ, 2 ലക്ഷം തോന്നി. സിറ്റിയിൽ 2 ലക്ഷം. നമ്മളെ സിറ്റിയിൽ ഞാൻ വയ്ക്കണത് 2 ലക്ഷം രൂപയ്ക്ക്. അത് വേറെ ഈ 2 ലക്ഷം രൂപയുള്ള നവന്മാർക്ക് അറിഞ്ഞൂടല്ലോ. 1-2 കോടിയുടെ ലംബോർഗിനിയിലാണ് ഞാൻ കൊണ്ടുവച്ച് എടുത്തത്. എന്നിട്ട് ഞാൻ അവന്മാരെ പറ്റുമ്പോൾ നമുക്ക് വണ്ടിയുടെ വില എത്രയാണ്? ഈ സിറ്റിയിൽ ഇങ്ങനത്തെ വണ്ടി ഉള്ളല്ലോ, ഇമ്പോർട്ടിംഗ് ഉള്ള ലൈഫുള്ള. ഈ വീടിൻ്റെ ഫ്രണ്ട് ഇരിക്കുന്ന വണ്ടി എന്നറിയാവുന്ന നമ്മുടെ സ്വന്തം കുട്ടായി. ഇത് നമ്മൾ പേഴ്സണൽ വെഹിക്കിളായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നു. FZ കുട്ടനിലോട്ട് കയറാം. FZ കുട്ടൻ്റെ പെർഫോമൻസ് കാണിച്ചു തരാം. FZ കുട്ടൻ പറക്കുകയാണ് ചെയ്യണം, പറക്കും തളികയാണ് FZ കുട്ടൻ. FZ കുട്ടൻ്റെ സ്പീഡ് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. എനിക്ക് എല്ലാ വണ്ടിയെക്കാട്ടും മുമ്പുള്ള എൻ്റെ വണ്ടിയാണ് FZ കുട്ടൻ. FZ കുട്ടൻ്റെ സ്പീഡ് KTM 1 കയറുമ്പം, KTM 20 കയറുമ്പം FZ കുട്ടൻ 100 കയറും. KTMൻ്റെ മാക്സിമം സ്പീഡാണ് FZ കുട്ടൻ്റെ ഏറ്റവും ലോ സ്പീഡ്.
ഇപ്പോൾ ചെറിയ സ്പീഡിലാണ് പൊക്കോണ്ടിരിക്കുന്നത്. ഷോട്ടൻ ചീറിപ്പോയി. എസറൂട്ടൻ്റെ മാക്സിമം സ്പീഡിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എസറൂട്ടൻ KTM തോപ്പിച്ച് കടത്തിയിട്ട് എസറൂട്ടൻ ചക്കര എസറൂട്ടൻ അയച്ചതായി എത്ര ദൂരം പോയാലും കുഴപ്പമില്ല. പെട്രോളൊന്നും അത്രയും ഒട്ടൊന്നും തീരൂല. എസറൂട്ടൻ്റെ ഡ്രിഫ്റ്റൊക്കെ കണ്ട വേറെയുള്ള സ്ഥലത്തോട്ട് വിടാം. വീട്ടിലോട്ട് എഫ്സഡ് കൂട്ടാനെ വിട്ടിട്ടൊരു കളിയില്ല. Z10R അല്ല Z10R ZX. എന്താ നേരി എഫ്സഡ് കൂട്ടാൻ പണി തന്നു. എഫ്സഡ് കൂട്ടാൻ നീ ചതിച്ചല്ലോടാ. എന്തോ എവിടെയോ ഒരു തകരാറില്ല. ബെന്നിയുടെ ഷോറൂമിലോട്ട് പോയി നേരെ. ഹെൽമെറ്റൊക്കെ എനിക്കും തീരി. നമ്മളെ പൈസ ഇറക്കുള്ള MVD പറ്റിയിട്ട് ഇവിടെ കുറേ റോഡ് ക്യാമറ ഉണ്ട്. ദൂരിന് സാരില്ല. MVDക്ക് പെറ്റിയടിക്കാനുള്ളതല്ലേ. സർക്കാരിൻ്റെ ഖജനാവെന്നറിയട്ടെ. എൻ്റെ ഇവിടെ ഇരുന്ന ബെന്നിയുടെ വർക്ക്ഷോപ്പ് ഇവിടെ ഇട്ടായിരുന്ന അവിടെ പോയി ഈ ലംബോർഗിനിക്കാരനെ ഞാനിന്ന് പാഠം പഠിപ്പിക്കും. ഒരു സെക്കൻഡ് കണ്ടിന്യൂ. പോവാം. ബെന്നിക്ക് നമ്മൾ ഷോറൂം ബെന്നിയുടെ വർക്ക്ഷോപ്പ് നമ്മളെ ഷോറൂമിൻ്റെ ഏറ്റവും അടിയിലായിട്ടാണ് നമ്മളെടുത്ത് കൊടുത്തേക്കണം. ബെന്നിക്ക് ഇതൊന്നും നമ്മൾ ബെന്നിയുടേതാണ്. അപ്പോൾ നമുക്ക് നേരെ ബെന്നിക്ക് വണ്ടിയൊക്കെ ശരിയാക്കാൻ കൊടുത്തിട്ട് കാണാം. പറപ്പിച്ചിട്ട് ബെന്നി അയ്യോ ബെന്നി. അപ്പോൾ ഗൈസ് നമ്മൾ കുറച്ച് സൈഡിലൊക്കെ എഫ്സഡ് കുട്ടൻ്റെ ബ്ലൂ കളറൊക്കെ അടിച്ചാണ് ഇറക്കിയിട്ടുള്ളത്. ഇത്ര ഭാഗത്ത് നമ്മൾ അടിച്ചിട്ടുള്ളൂ. ഫുൾ അടിക്കണമെന്നുണ്ടായിരുന്നു. ബെന്നി ചോദിച്ച് റെഡി. നമ്മൾ പറഞ്ഞ് ഇത്രയൊക്കെ അടിച്ചാൽ മതി. നമ്മൾ തൊട്ടാണ് കാണിച്ചു. ഇപ്പോൾ ഇടിച്ചല്ലേ ഇപ്പം. എടാ നിനക്കൊന്നും കണ്ണില്ലേടാ. ഭാഗ്യം. എക്സോസ്റ്റാണ് തട്ടിയത്. എൻ്റെ എക്സോസ്റ്റ് സ്ക്രാച്ചായി. 50,000 രൂപയുടെ എക്സോസ്റ്റാണ്. കാണിച്ചു ഹയാബൂസക്കൊക്കെ നമ്മൾ ഹയാബൂസ വാങ്ങണം. നമ്മൾ ഒരു പോർഷെ പനമേരയുടെ പൈസ എനിക്ക് വേണ്ട ഹയാബൂസ. പിന്നെ പോർഷെ പനമേര നമ്മൾ വാങ്ങിക്കണ കുറച്ച് പൈസയ്ക്കാണ്. നമ്മൾ ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യാൻ 2.5 ലക്ഷം രൂപ. കാർസൊക്കെ പോർഷെ പനമേരയ്ക്ക് ഓൾറെഡി 70 ലക്ഷം തോന്നല്ലേ. 70 80 1 കോടിയാണെന്ന് തോന്നുന്നത്. പനമേരയ്ക്ക് ഈ സെറ്റിലൊക്കെ ഇമ്പോർട്ട് ചെയ്തൊക്കെ വരണമെങ്കിൽ ഒക്കെ 1 കോടി വരും. പൈസയുള്ള പനമേരയും നമ്മൾ പനമേരയ്ക്ക് 1 കോടി 20 ലക്ഷത്തിനാണ് കിട്ടണത്. ഹയാബൂസ നമുക്ക് പനമേരയായിട്ട് കിട്ടുന്ന പൈസയ്ക്ക് ഒരു ഹയാബൂസൊക്കെ വാങ്ങാൻ വേണം. തൽക്കാലം ഇപ്പം വേണ്ട. എൻ്റെ എഫ്സഡ് കുട്ടനെ മാത്രമാണ് ഞാൻ ഷെഡിൽ വയ്ക്കാത്ത. എൻ്റെ എഫ്സഡ് കുട്ടി ഈ ഷെഡിൽ കളിയാണ്. ഇപ്പം ഇത് ഹയാബൂസ വരുമ്പോൾ ഇരിക്കാനുള്ള ഷെഡ്. രണ്ട് വണ്ടിയിലും പൊടിയടിക്കും. ഇത് വളാം നല്ല സ്ഥലം. 80 രൂപ
ഇതാണ് വീടിൻ്റെ താഴേക്കാവും ചളി ചളിയൊക്കെ കയറ്റുമ്പോൾ മഴയില്ല ഭാഗ്യം. വെളിയിൽ നല്ല മഴയുണ്ട് ഗൈസ്. അതാണ് ആ കയറുന്ന ശബ്ദം കേൾക്കണം. ബാക്ക്ഗ്രൗണ്ടിൽ നല്ല മഴയുണ്ട്. കയറ്റം കൊടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയുള്ള നമ്മളെ വീഡിയോ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ബൈ ബൈ.